തൃശൂർ അതിരപ്പള്ളിയിൽ കാട്ടാനയെ പ്രകോപിപ്പിച്ച വിനോദസഞ്ചാരികൾക്കെതിരെ കേസ്. തമിഴ്നാട്ടിൽ നിന്നെത്തിയ 7 സംഘത്തിന് നേരെയാണ് കേസെടുത്തത്. ആനയെ പ്രകോപിപ്പിക്കുന്ന ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. ആദ്യം ആ ദൃശ്യങ്ങൾ കാണാം. അല്ല ഇവനുള്ള പണി കൊടുക്കാം. ആന കാണിക്ക്. സൂരജ് സജി ചേരുന്നുണ്ട് വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, ഇതിപ്പോഴീ കാട്ടാനയെ പ്രകോപിപ്പിച്ച നടപടി അത് കേസായി മാറുന്നു. തുടർ നടപടികൾ ഏത് തരത്തിലായിരിക്കും? ഈ സംഭവം എങ്ങനെയായിരുന്നു ഒന്ന് വിശദീകരിക്കാം സൂരജ്. ഇന്നലെ വൈകുന്നേരമാണ് ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. അതിരപ്പള്ളി ആനക്കയത്ത് വെച്ചാണ് ഇത്തരത്തിൽ ഈ ആനയെ പ്രകോപിപ്പിക്കുന്നതിലേക്ക് പോയത്. തമിഴ്നാട്ടിൽ നിന്നെത്തിയ 7 വിനോദസഞ്ചാരികളാണ് ഇത്തരത്തിൽ ഈ പന്തയത്തിന്റെ പേരിൽ ആനയെ പ്രകോപിപ്പിക്കുന്നത്. ഈ മധുരപലഹാരങ്ങളും പഴവും ആനയ്ക്ക് നൽകി ആനക്കരികിലെത്തി പ്രകോപിപ്പിക്കുകയായിരുന്നു. ഈ സമയം തന്നെ ആന വലിയ രീതിയിൽ പരിഭ്രാന്തിപ്പെട്ട് ഇവരെ ഓടിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. അതുവഴി വന്ന മറ്റൊരു സംഘമാണ് ഇത്തരത്തിൽ ഈ ദൃശ്യങ്ങൾ പകർത്തുകയും പിന്നീട് വനംവകുപ്പിന് ദൃശ്യങ്ങൾ കൈമാറുകയും ചെയ്തത്. ഇവർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള സംഘം അതിരപ്പള്ളിയിൽ എത്തുന്ന സമയം, ആനക്കയത്ത് നിന്ന് അതിരപ്പള്ളിയിൽ എത്തുന്ന സമയത്ത് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. പിന്നീട് ഇന്ന് അവരെ കോടതിയിൽ ഹാജരാക്കുകയും അതിൽ 1-ാം പ്രതിയായിട്ടുള്ള തമിഴ്നാട് സ്വദേശി സൗക്കത്തിനെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വനംവകുപ്പ് പറയുന്നത് ഇപ്രകാരമാണ്. അതായത് ഈ മലയാറ്റൂർ ഡിവിഷനുകളിൽ നിന്നടക്കം ഏഴാറ്റുമുഖത്തേക്കും അതുപോലെ ഈ അതിരപ്പള്ളി വനമേഖലയിലേക്ക്, പ്രത്യേകിച്ച് വാഴച്ചാൽ വനമേഖലയിലേക്ക് ആനകൾ എത്തുന്ന ആനത്താരയാണ്. അവിടെ നിന്ന് പറമ്പിക്കുളത്തേക്കും ആനകൾ സഞ്ചരിക്കാറുണ്ട്. അങ്ങനെ ആനകളുടെ പ്രധാന സഞ്ചാരപാതയിലാണ് ഇത്തരത്തിലൊരു പ്രകോപനം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ കർശന നടപടികളുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ വനംവകുപ്പ് അറിയിക്കുന്നത്. ശരി, സൂരജ് സജി വിവരങ്ങൾ നൽകുകയായിരുന്നു തൃശ്ശൂരിൽ നിന്ന്.